ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ഈ ടാങ്ക് ഒന്ന് റിവ്യൂ ചെയ്യാം. ആം, ഇത് ആ, ഇത് ഒരു ബയോടോപ്പ് മോഡലിൽ സെറ്റ് ചെയ്തേക്കുന്ന ടാങ്കാണ്. ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആ, ഇത് ഏകദേശം 4 ഫീറ്റ് ലെങ്ത്ത്, പിന്നെ 1.5 ഫീറ്റ് ഹൈറ്റ്, 1.5 ഫീറ്റ് വിഡ്ത്തായിട്ടുള്ള ഏകദേശം 255 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി വരുന്ന ഒരു ടാങ്കാണ്. ഇത് ഏകദേശം സെറ്റ് ചെയ്തിട്ട് ഏകദേശം 6 വർഷത്തോളമായി. ഇതിനകത്ത് നമ്മൾ ഡീപ്പ് സബ്സ്ട്രേറ്റ് മെത്തേഡിലാണ് ഇതിൻ്റെ സബ്സ്ട്രേറ്റ് സെറ്റ് ചെയ്തേക്കണേ. നമ്മളിവിടെ ഉപയോഗിച്ചേക്കണ സബ്സ്ട്രേറ്റ് ഏകദേശം 4 ഇഞ്ച് തിക്നെസ്സിലാണ്. ഇതിൻ്റെ ബേസ് ലെയറായിട്ട് 1 ഇഞ്ച് തിക്നെസ്സിൽ നാച്ചുറൽ റിവറിൽ നിന്ന് കളക്ട് ചെയ്ത മഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ അതിൻ്റെ ക്യാപ്പിംഗ് ആയിട്ട് ഷുഗർ സാൻഡാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് കളർ ഷുഗർ സാൻഡാണ്. അത് കളർ മാറി ഇപ്പോൾ ഒരു ഓറഞ്ചിഷ് കളറേ വന്നതാണ്. ഇതിനകത്ത് ഫിൽറ്റർ യൂസ് ചെയ്ത് 100 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി ഉള്ള ഒരു സമ്പ് ഫിൽറ്ററാണ് ഇതിനകത്ത് ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യണേ. അതിൻ്റെ ഒപ്പം തന്നെ UV ഫിൽറ്ററും കൂടി ഇതിനകത്ത് കണക്റ്റഡ് ആണ്. ഇതിൽ നിന്ന് സമ്പിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത വെള്ളം UV ഫിൽറ്റർ വഴി തിരിച്ച് അക്വറിയത്തിലേക്ക് ഈ ഔട്ട്ലെറ്റ് വഴി പമ്പ് ചെയ്യുന്നു. ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പാർലർ പാം എന്നുള്ള ഒരു ടെറസ്റ്റോറിയൽ പ്ലാന്റ് ആണ്. ഇതാണ് ഇതിൻ്റെ സെൻട്രൽ അട്രാക്ഷനായിട്ട് വെച്ചേക്കണേ. പിന്നെ ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്മുടെ മണി പ്ലാന്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെള്ളത്തിലുള്ള നൈട്രേറ്റ്സ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ യൂസ് ചെയ്തേക്കണ ലൈറ്റിംഗ് സിസ്റ്റം ന്യൂട്രൽ വൈറ്റ് ട്രാക്ക് ലൈറ്റിംഗ് സിസ്റ്റമാണ്. നമ്മുടെ നാച്ചുറൽ ലൈറ്റിനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുക. ഇതിൽ നാച്ചുറലി കളക്ട് ചെയ്ത ഡ്രിഫ്റ്റ് വുഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഡ്രിഫ്റ്റ് വുഡ്സും ഫിഷിന് ഒരു ഹൈഡിങ് പ്ലേസ് ആയിട്ടും അവർക്കൊരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് പോലെ തന്നെ ഫീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ പ്ലാന്റ്സ് ഈ റൂമിലെ എയർ നല്ല ഫ്രഷാക്കി വെക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള അക്വാസ്കേപ്പിംഗ് ഫിഷുകൾക്ക് ഒരു പീസ്ഫുൾ എൻവയോൺമെൻറ്റും ലെസ് സ്ട്രെസ്സുമാണ് കൊടുക്കണേ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫിഷ് കീപ്പറിന് ലോ മെയിൻ്റനൻസ്, കമ്പാരിറ്റീവ്ലി ലോ മെയിൻ്റനൻസ് ആണ് വരുന്നത്. വാട്ടർ ചേഞ്ച് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 50% വാട്ടർ ചേഞ്ച് ഓർ 50 to 70% വീക്ക്ലി വാട്ടർ ചേഞ്ചാണ് മാത്രമാണ് നമ്മൾ ചെയ്യണേ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ഫിഷ് കീപ്പിങ്ങിൽ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.